ഹായ്, SP ഉള്ളിലാണ്. നമ്മുടെ ദിവ്യ എസ് അയ്യർ IAS മേനോൻ മുഖ്യമന്ത്രിക്കുള്ള പക എന്താണെന്ന് ഇന്നലെ ഒരൊറ്റ ദൃശ്യത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. തനിക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളെ നോക്കുക പോലും ചെയ്യാതെ എങ്ങനെയാണ് ഒരു വ്യക്തി അവഗണിക്കുന്നത് എന്ന് കാണുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഏത് പൊതുപരിപാടിയിലാണെങ്കിലും ഈ മന്ത്രിമാരായിട്ടുള്ളവർ IAS ഉദ്യോഗസ്ഥരെ കണ്ടാൽ ജസ്റ്റ് ഒന്ന് തലകുലുക്കുകയോ കൈ കാണിച്ചിട്ടൊക്കെ പോകുന്നതാണ് ഒരു പൊതു സമീപനം. പക്ഷെ ഇന്നലെ തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ദിവ്യ എസ് അയ്യർ എന്നൊരു സ്ത്രീ അവിടെ നിൽക്കുന്നത് കണ്ട ഭാവം നടിക്കാത്ത അദ്ദേഹത്തിന്റെ ആ ദൃശ്യം നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടേ. കണ്ടില്ലേ, ഒരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥയാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മൊബൈലുമായിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് നമ്മുടെ കാർത്തികേയൻ്റെ വീട്ടിൽ പോയി ഒരു ചെറിയ കരച്ചിലൊക്കെ കാണിച്ചിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടതാണ്. ഇതൊക്കെ ക്യാമറകൾക്ക് മുന്നിലെ നാടകങ്ങൾ എന്നതിനപ്പുറം വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിന് ചിലരോട് വല്ലാത്ത വിദ്വേഷമുണ്ട്. അതിൻ്റെ പകപോക്കൽ കാണിക്കുന്ന വ്യക്തിയാണെന്നതിൻ്റെ തെളിവാണ്. എന്തുകൊണ്ടാണ് ദിവ്യ എസ് അയ്യറെ വിഴിഞ്ഞം പോർട്ട് MD സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചതും അതിനോടൊപ്പം തന്നെ അവരെ ലീഗിന്റെ വകുപ്പുകളിലേക്ക് നാട് കടത്തിച്ചതിന്റെ കാര്യം മനസ്സിലാകുന്നുണ്ടോ? ലീഗിന്റെ തദ്ദേശ വകുപ്പിലേക്ക് നാട് കടത്തി കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന ഒരൊറ്റ മന്ത്രിമാരോടൊപ്പവും അവർ വേണ്ട, അവരെ എടുത്ത് ഒരൊറ്റ ഏറി എവിടെ ലീഗിന്റെ ആൾക്കാരിലേക്ക് നാട് കടത്തി. ഞങ്ങളുടെ ആരുടെയും വകുപ്പിൽ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം എന്താണ്? ദിവ്യ എസ് അയ്യർ എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടോ? ദിവ്യ എസ് അയ്യർ വഴിവിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ദിവ്യ എസ് അയ്യർ ഉത്തരവാദിത്വമില്ലാത്ത കഴിവില്ലാത്ത ഒരു IAS ഉദ്യോഗസ്ഥയാണോ? ഇതൊന്നും അല്ലല്ലോ. കഴിവുറ്റ സ്ത്രീയാണ്. വിഴിഞ്ഞം പോലൊരു പദ്ധതി ഈ നാട്ടിൽ യാഥാർത്ഥ്യമാകുന്ന സന്ദർഭത്തിൽ അതിനെ മുന്നിൽ നിന്ന് നയിച്ചൊരു IAS ഉദ്യോഗസ്ഥയോട് ഇങ്ങനെ സതീശൻ കാണിക്കേണ്ട കാര്യം എന്താണ്? അതിന് അവർ തന്നെ പറഞ്ഞൊരു വിശദീകരണമുണ്ട്. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ, ഞാൻ എന്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എന്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ്, അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. ചില അപ്രിയ സത്യങ്ങൾ നമ്മുടെ നാട്ടിൽ പൊതിഞ്ഞു പിടിക്കണമെന്ന് സമൂഹം ആവശ്യപ്പെടുന്ന ചിലതിനെക്കുറിച്ച് നല്ലത് പറയാൻ പാടില്ല എന്ന ഒരു അലിഖിത നിയമമുണ്ട്. ആ നിയമത്തെ ലംഘിച്ചുകൊണ്ട് അവർ അവരുടെ കരിയറിനിടയിൽ ഒരു ഭരണ നേതൃത്വത്തിലിരുന്ന മുഖ്യമന്ത്രിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ആ അനുഭവങ്ങൾ ആ വ്യക്തി എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ മാധ്യമങ്ങളും നമ്മുടെ ഈ മേനോൻ സവർണ ടീമുകളെല്ലാം കൂടി ഒരു പിക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെതിരെ സംസാരിക്കാൻ പാടില്ല എന്നുള്ള തിട്ടൂരത്തെ മറികടന്നുകൊണ്ട് അങ്ങനെയല്ല, ഒരാളുടെ ക്വാളിറ്റി എന്താണ്, ഒരു വ്യക്തി എത്ര മികവുറ്റതാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഈ സമൂഹത്തിനോട് അവർ ഒരു യാഥാർത്ഥ്യം പറഞ്ഞതിൻ്റെ പകപോക്കലാണ് ഈ കണ്ടത്. ഇങ്ങനെയൊക്കെ ഒരു മുഖ്യമന്ത്രി സ്ത്രീ ആയിട്ടുള്ളവരടുത്ത് കാട്ടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് തന്നെ അറിയാം, KSU നേതാവായിട്ടുള്ള അലോഷി സേവർ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ വിമർശിച്ചു എന്ന പേരിൽ തേവര ഒരു കോളേജിൽ വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കൺമുന്നിൽ നിന്നപ്പോൾ ഇതുപോലെ കാണാത്ത ഭാവത്തിന് കടന്നുപോയ രീതി നിങ്ങൾ കണ്ടതാണ്. സമാനമായി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കണ്ടില്ല, കേട്ടില്ല, നുണ പറയാൻ ഒരു മടിയും ഇല്ലാത്തത് കൊണ്ട് ഒരു കഴിവുറ്റൊരു സ്ത്രീയെ, പിണറായി വിജയൻ എന്നൊരു മുഖ്യമന്ത്രിയെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതിനും അവരോട് കാട്ടുന്ന പകപോക്കൽ എന്താണെന്നാണ് നിങ്ങൾ കണ്ടത്. ഇതാണ് സതീശൻ. വ്യക്തിപരമായിട്ട് അയാൾ എന്ന് പറയുന്നത് ഈ അഭിനയിക്കുന്നതിനപ്പുറം വലിയ പക സൂക്ഷിച്ച് വ്യക്തികളോട് അത് തീർക്കുന്നതും പരസ്യമായി അവരെ അവഹേളിക്കുന്നതും എങ്ങനെയെന്ന് കണ്ടതാണ് നിങ്ങൾ ആ ദൃശ്യം എന്ന് പറഞ്ഞാൽ. ദിവ്യ എസ് അയ്യറെ പോലെ
എന്ത് കാര്യത്തെയും വളരെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന, എന്തും ചിരിച്ചുകൊണ്ട് മാത്രം ഏത് വിഷയത്തെയും സമീപിക്കുന്ന ഒരു സ്ത്രീയോട് പോലും അദ്ദേഹത്തിന്റെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചത്, അദ്ദേഹത്തിന് താല്പര്യമില്ലായ്മ, അവരോടുള്ള പക കാട്ടിക്കൊടുത്ത രീതി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കും ധാർഷ്ട്യവും ധിക്കാരവും ചിരിക്കുന്ന മുഖ്യമന്ത്രിക്കുള്ളിലെ കപടൻ എന്താണെന്ന്.